ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഭക്തിസാന്ദ്രം ആറ്റുകാൽ. ആധിയും വ്യാധിയും ഒഴിഞ്ഞ് സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയുമായി അഭീഷ്ട വരദായിനിയായ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ അനേക ലക്ഷം ഭക്തർ അനന്തപുരിയിൽ. പണ്ടാരയടുപ്പിൽ അഗ്നി പകരാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. ആറ്റുകാലും പരിസര പ്രദേശങ്ങൾക്കും പുറമെ ഇക്കുറിയും നഗരപരിധിയിൽ കിലോമീറ്ററുകളോളം പൊങ്കാല കലങ്ങൾ നിരന്നുകഴിഞ്ഞു. എല്ലാ മനസ്സിലും ഒരേ വികാരം, എല്ലാ നാവുകളിലും ഒരേ മന്ത്രം: അമ്മേ നാരായണ, ദേവി നാരായണ. പ്രാക്തന കാലം മുതൽ തന്നെ പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ കാളിയെ ആരാധിച്ചു തുടങ്ങിയത്. ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കാർഷിക സമൃദ്ധി, യുദ്ധവിജയം, രോഗമുക്തി, കുടുംബത്തിന്റെ ഐശ്വര്യം, സന്താനങ്ങളുടെ അഭിവൃദ്ധി, കുലത്തിന്റെ നിലനിൽപ്പ് എന്നിവയ്ക്കായി ഭഗവതിയെ ആരാധിക്കുന്ന ആചാര സംസ്കാരത്തിന്റെ തുടർച്ചയാണിത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ചരിത്രപ്രസിദ്ധമാണ്. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ തുടക്കം കുറിച്ച് 9ാം ഉത്സവ ദിനമായ പൂരത്തിലാണ് പൊങ്കാല നടക്കുന്നത്. നിരപരാധിയായ ഭർത്താവ് കോവലനെ വധിച്ച കോപത്തിൽ മധുരാ നഗരം ചുട്ടരിച്ച കണ്ണകയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് പൊങ്കാലയുടെ ഐതിഹ്യം. മധുര കത്തിച്ച് ചാമ്പലാക്കി വന്ന ദേവിയുടെ കോപം ശമിക്കാനായി സ്ത്രീകൾ പൊങ്കാലയിട്ടെതിരേറ്റു എന്നാണ് വിശ്വാസം. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവം ആരംഭിക്കുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തെ ഭക്തിസാന്ദ്രമാക്കുന്നത് പാട്ടുപുരയിലെ തോറ്റം പാട്ടാണ്. ദേവിയുടെ അവതാര ചരിത്രമാണ് 10 ദിവസങ്ങളിലായി പാടുന്നത്. 41 ദിവസത്തെ വ്രതനിഷ്ഠയോടെയാണ് തോറ്റംപാട്ട് പാടുക. തോറ്റംപാട്ട് എഴുതി പഠിക്കാൻ പാടില്ലെന്നും ഗുരുമുഖത്ത് നിന്ന് മാത്രമേ തോറ്റംപാട്ട് പഠിക്കാൻ പാടുള്ളൂ എന്നുമാണ് വിശ്വാസം. തോറ്റംപാട്ടിന്റെ ചരിത്രം വിശദമാക്കുന്നു കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രൽ സ്റ്റഡീസിന്റെ ഭാഗമായി മാറിയ ആറ്റുകാലമ്മ ദ ഗോഡസ് ഓഫ് മില്യൺസ് എന്ന ബൃഹത് ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയായ ഡോക്ടർ ലക്ഷ്മി രാജീവ്. കേരളത്തിലെ നിലനിൽക്കുന്ന അതിപ്രാചീനമായ വാമൊഴി ഗീതങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രാചീനമായ ഒന്നാണ് തോറ്റംപാട്ട്, അല്ലെങ്കിൽ ഭദ്രകാളിയുടെ വീരചരിതം. തോറ്റുക എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവിപ്പിക്കുക, പ്രൈസ് ചെയ്യുക, അങ്ങനെയുള്ള മീനിങ് ആണ്. അപ്പോൾ ആ കഥയിൽ ഭദ്രകാളി യുടെ ജനനം, ഭദ്രകാളിയെ തെക്കും കൊല്ലത്തെ രാജാവിന് ദത്തെടുക്കാനായിട്ട് പരമശിവൻ നൽകുന്നു. കന്യക വളരുന്നു. അപ്പോൾ വളരുന്നു. ദേവിയുടെ വിവാഹത്തിന് ശേഷം ബാലകൻ എന്ന് പറയുന്ന പാലകരുമായിട്ടാണ് വിവാഹം നടക്കുക. കന്യകയാണ് ദേവി, നിത്യകന്യകളിൽ ഒരാളാണ്. അപ്പോൾ ഭർത്താവുമായുള്ള സംസർഗം ആഗ്രഹിക്കാത്തത് കൊണ്ട് ദേവി ഭർത്താവിനെ ആഭരണങ്ങളും ചിലമ്പും ഒക്കെ വിൽക്കാനായിട്ട് മധുരയിലേക്ക് അയക്കുന്നു. അവിടെ വെച്ചിട്ട് രാജാവിൻ്റെ ഭാര്യയുടെ ചിലമ്പ് മോഷണം പോകുന്നു. ഒരു തട്ടാനാണത് മോഷ്ടിക്കുന്നത്. പക്ഷേ ചിലമ്പും മറ്റ് ആഭരണങ്ങളുമായി വിൽക്കാനെത്തിയ ഈ ബാലകന്റെ തലയിൽ ആ കുറ്റം ആരോപിക്കുകയും ഒരു വിചാരണ കൂടാതെ ഈ ബാലകനെ രാജാവ് വധിക്കുകയും ചെയ്യുന്നതാണ് അതിലെ കഥ. അപ്പോൾ ദേവി ഇതറിയുന്നു, സ്വപ്നത്തിൽ അറിയുന്നു ഭർത്താവിന് അപകടത്തിലാണെന്ന് അറിഞ്ഞു. പക്ഷേ ദേവിക്ക് മരണം താങ്ങാനാവുന്നില്ല. എൻ്റെ ഭർത്താവിനെ കണ്ടുവെന്ന് വിലപിച്ച് ദേവി മധുരയിലെത്തുന്നു. ഭർത്താവിനെ കഴുമരത്തിൽ നിന്ന് ഇറക്കി ജീവൻ നൽകിയതിന് ശേഷം നേരെ രാജാവിൻ്റെ സഭയിലേക്ക് ചെല്ലുകയും സിംഹാസനത്തിൽ നിന്ന് പിടിച്ചു വലിച്ച് താഴെ
കഴുത്തറുത്ത് കൊല്ലുകയും ആ നഗരം മുഴുവൻ ചുട്ട് ചാമ്പലാക്കുകയും ചെയ്യുന്നുവെന്നാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാന ഭാഗം. അതിനുശേഷം ജീവൻ വെപ്പിച്ച ഭർത്താവുമായി അച്ഛനായ പരമശിവന്റെ അടുത്തേക്ക് പോവുകയാണ്. പോയി ഭൂമിയിൽ ദേവിക്കും ഭർത്താവിനും അരയിരിക്കാനുള്ള ഒരു സ്ഥലം കാണിച്ചു തരണമെന്ന് പറയുകയും പരമശിവൻ തൻ്റെ തൃശൂലം എറിഞ്ഞ് അത് കൊടുങ്ങല്ലൂർ ചെന്ന് പതിക്കുകയും അവിടെ ദേവിക്കും ഭർത്താവിനും താമസിക്കാനായി ആലയമുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ദേവി ആ കൊടുങ്ങല്ലൂരിൽ കുടിയിരിക്കുന്നു എന്നാണ് സങ്കല്പം. ഇതാണ് തോറ്റംപാട്ടിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വിവരണം. ഇത് കേരളത്തിലെ തെക്കൻ കേരളത്തിലെ മിക്കവാറുമുള്ള മുടിപ്പുരകളിൽ ഈ പാട്ട് 10 ദിവസം കൊണ്ട് പാടി ഈ കഥ വിവരിക്കാറുണ്ട്. അപ്പോൾ ഈ പാട്ട് ഒരു സ്ഥലത്തും എഴുതി വെക്കാൻ പാടില്ല എന്ന് ഒരു അലിഖിത നിയമമുണ്ട്. പക്ഷെ ഇപ്പോൾ ആളുകൾ പാട്ടിൽ റിസർച്ച് ചെയ്യുകയും തോറ്റംപാട്ട് ആശാന്മാരിൽ നിന്ന് ഇത് കളക്ട് ചെയ്ത് പുസ്തക രൂപത്തിൽ ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തോറ്റൻപാട്ടിൽ ദേവി ആവശ്യപ്പെടുന്ന തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നതിലൊന്നാണ് പൊങ്കാല, തൂക്കം, കുത്തിയോട്ടം. ഇതൊക്കെ ദേവി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രാചീന ആചാരങ്ങളാണ്. ഇതിന് ഒരു റഫ് എസ്റ്റിമേറ്റ് എടുത്താൽ പോലും ഒരു 1000 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ പാട്ടിന്. 1000 അല്ല. പക്ഷെ അപ്പോൾ വീണ്ടും സ്വാഭാവികമായി സംശയം തോന്നാം, 1000 വർഷങ്ങൾക്ക് മുമ്പ് ഭാഷയുണ്ടോ, മലയാളം ഇങ്ങനെയായിരുന്നോ? പക്ഷെ ഈ പാട്ടിനും കാലാന്തരങ്ങളായി പാട്ടിന് മാറ്റം വന്നിട്ടുണ്ട്. പുതിയ പുതിയ ഭാഷ അതിൽ കടന്നു വരികയും മനുഷ്യർക്കുണ്ടായ ഭാഷയുടെ നവീകരണം തോറ്റംപാട്ടിൻ്റെ ഭാഷയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ചതുർബാഹുവും വേതാളരൂഢയുമായ ശ്രീഭഗവതിയാണ് ആറ്റുകാലിലെ പ്രതിഷ്ഠ. വടക്കോട്ട് ദർശനമുള്ള ദേവിക്ക് സർവാനുഗ്രഹ ശക്തിയുണ്ട് എന്നാണ് വിശ്വാസം. പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറയുക എന്നാണ്. മനമുരുകി പ്രാർത്ഥിക്കുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല. പൊങ്കാല ഐതിഹ്യം കൂടുതൽ കേൾക്കാം സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകയുമായ ശ്രീമതി അഞ്ജന ദേവിയിൽ നിന്നും. പണ്ടാര അടുപ്പിൽ നിന്നും തീ പകരുന്നതോടെ പൊങ്കാല ആരംഭിക്കുകയായി. ഉപാസകയായി എത്തുന്ന ഭക്തിയും ഉപാസികയായ ദേവിയും ഇവിടെ ഒന്നാവുകയാണ്. ദേവിക്കുള്ള നിവേദ്യം അമ്മമാർ തയ്യാറാക്കുന്നു. ദേവി അത് ഏറ്റുവാങ്ങി അനുഗ്രഹം ചൊരിയുകയാണ്. എനിക്ക് തുല്യയായി ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തു സൂക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന. വെള്ളച്ചോറ്, ശർക്കര പായസം, മണ്ടപ്പുറ്റ്, തെരളി, മോദകം, അട തുടങ്ങിയവയാണ് ഇവിടുത്തെ പൊങ്കാല വിഭവങ്ങൾ. വെള്ളച്ചോറും പായസവും കുടുംബ ഐശ്വര്യത്തിനായാണ്. പായസാന്നപ്രിയയായ ദേവിയെ ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിക്കുന്നുണ്ടല്ലോ. ശിരോരോഗങ്ങളുടെ ശമനത്തിന് മണ്ടപ്പുറ്റ് നിവേദിക്കുന്നത് അത്യുത്തമമാണെന്ന് വിശ്വസിക്കുന്നു. വയണയിലയിൽ ഉണ്ടാക്കുന്ന തെരളി ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ ഉതകുമെന്നാണ് വിശ്വാസം. പഞ്ചഭൂതങ്ങളിൽ അലിഞ്ഞു ചേരുന്നതാണ് മനുഷ്യ ശരീരം. ഇതിൻ്റെ പ്രതീകമാണ് പൊങ്കാലയ്ക്കുപയോഗിക്കുന്ന മൺകലം. 1, 3, 5, 7, 101 തുടങ്ങി ഒറ്റ സംഖ്യയിലാണ് പൊങ്കാല കലങ്ങളുടെ എണ്ണം. കഴിയുന്നതും കിഴക്കോ പടിഞ്ഞാറോ നോക്കി പൊങ്കാല ഇടുന്നതാണ് ഉത്തമം. കുത്തിയോട്ടം, താലപ്പൊലി, വിളക്കുകെട്ട്, പുറത്തെഴുന്നള്ളത്ത്, തട്ടനിവേദ്യം തുടങ്ങിയവ പൊങ്കാല ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളാണ്. പതിറ്റാണ്ടുകളായി ഭരണസിര കേന്ദ്രമായ ഒരു നഗരം. അതിൻ്റെ ഔദ്യോഗിക തിരക്കുകളെല്ലാം മാറ്റിവെച്ച് പൊങ്കാലയർപ്പിക്കാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും സ്ത്രീജനങ്ങൾക്കായി വിട്ടുനൽകുന്ന ഒരു ദിനം കൂടിയാണ് തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാല. ഏതാനും കിലോമീറ്റർ പരിധിയിലേക്ക് ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യവും സംരക്ഷണവും ഒരുക്കിയും ജാഗ്രത പാലിച്ചും സർവ്വസന്നാഹങ്ങളുമായി ഭരണ സംവിധാനവും രംഗത്തുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുടെ നിർവഹണ ചുമതല വഹിക്കുന്ന തിരുവനന്തപുരം സബ് കളക്ടർ ശ്രീ ആൽഫ്രഡ് ഓവി വാർത്താതരംഗിണിയോട്. പൊങ്കാല എന്ന് പറയുന്ന ഒരുപാട് വകുപ്പുകൾ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു പരിപാടിയാണ്. അപ്പം നമുക്ക് ഏകദേശം 10-15ഓളം വകുപ്പുകൾ ഇതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. കോർപ്പറേഷൻ ആണെങ്കിലും പോലീസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇറിഗേഷൻ ആണെങ്കിലും വാട്ടർ അതോറിറ്റി ആണെങ്കിലും നമ്മുടെ ഹെൽത്ത് വിഭാഗം, ഫയർ ആൻഡ് റെസ്ക്യൂ, അങ്ങനെ ഒരുപാട് വകുപ്പുകൾ ചേർന്നുള്ളൊരു ഏകോപനമാണ് ഈ ഒരു പൊങ്കാലയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പം ഇതിനായിട്ട് ഈ വർഷം നമ്മൾ എല്ലാ വർഷത്തെയും പോലെ വളരെ നല്ല രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വളരെ നല്ലൊരു സഹകരണമാണ് ഈ വർഷം നമുക്ക് ലഭിച്ചത്. അതുകൂടാതെ നമ്മൾ ഈ വർഷം KSRTCയുടെ ഷെഡ്യൂളുകളും അതുപോലെ തന്നെ സ്പെഷ്യൽ ട്രെയിനിന്റെ ഷെഡ്യൂളുകളും എല്ലാം നമ്മൾ മാധ്യമങ്ങൾ വഴി
കൃത്യമായ അറിയിപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ പ്രധാനമായിട്ടും ഗ്രീൻ പൊങ്കാല, പുണ്യ പൊങ്കാല ആ ഒരു തീമിനും കൂടി നമ്മൾ ഈ ഒരു വർഷത്തെ പൊങ്കാല നമ്മൾ ഗ്രീൻ പ്രോട്ടോകോളിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആചരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതാണ് നമ്മുടെ ശുചിത്വ പൊങ്കാല, പുണ്യ പൊങ്കാല എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ. അപ്പം അതുപോലെ തന്നെ ചൂടൊക്കെ കൂടുതലുള്ളത് കാരണം എല്ലാവരും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കാനും അതോടൊപ്പം തന്നെ ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എല്ലാവിധ ഹോസ്പിറ്റലുകളെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയും നമ്മൾ മീറ്റിംഗ് വിളിച്ച് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ ടീമിന്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ആറ്റുകാൽ പൊങ്കാലയുടേത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമെല്ലാം ആറ്റുകാലമ്മയെ കണ്ട് ദർശന സായുജ്യത്തിനായി ഭക്തർ പൊങ്കാലയ്ക്കെത്തുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റുകാൽ പൊങ്കാല ഒരു വികാരമാണെന്ന് ശ്രീമതി സിന്ധു സുരേഷ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഒത്തിരി സന്തോഷം. ആകാശവാണിയിലൂടെ എനിക്കിത് പറയാനായല്ലോ. ഒരുപാട് സന്തോഷം. ഈ ഒച്ചപ്പാടും ബഹളവും ചലച്ചിത്ര താരങ്ങളും തത്സമയ സംപ്രേഷണവും ഒന്നുമില്ലാത്ത കാലം തൊട്ടേ ആറ്റുകാലമ്മയും പൊങ്കാലയും ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ ഒരു വികാരമാണ് ആറ്റുകാലമ്മ എന്ന് പറയുന്നത്. ആറ്റിൻകരയിലിരുന്ന ദേവി ചൈതന്യം ഞങ്ങളുടെ ആറ്റുകാലമ്മയായി. മൺകലത്ത് ഞങ്ങളുടെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്യുന്ന മധുര നൈവേദ്യങ്ങൾ ദേവിയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാലയായി. ഇന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ തോറ്റംപാട്ടുകാർ പാണ്ഡ്യരാജാവിൻ്റെ നിഗ്രഹം കഴിയുന്ന ഭാഗം പാടിത്തീരുന്നതോടെ ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകരും. പുത്തൻ പൊങ്കാലക്കലങ്ങളിൽ ഓരോന്നിലും വെള്ളം തിളച്ചു വരുമ്പോൾ അമ്മേ ശരണം ദേവീ ശരണം എന്ന മന്ത്രം ജപിച്ച് ഓരോ പിടി അരിവീതം ഇട്ട് എളിയവരായ നമ്മുടെ കൈകൊണ്ട് നമുക്ക് ദേവിക്ക് നേരിട്ട് നിവേദ്യം അർപ്പിക്കാനാവുമ്പോൾ എന്തെന്നില്ലാത്ത നന്ദിയും സ്നേഹവും സന്തോഷവുമാണ് മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്നത്. ലോകം മുഴുവൻ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലെങ്കിലും ആറ്റുകാലിലെത്തി പൊങ്കാലയിട്ടവർക്ക് പിന്നീട് അതൊരിക്കലും മുടക്കാൻ തോന്നില്ല എന്ന് കോഴിക്കോട് നിന്നുമെത്തി വർഷങ്ങളായി ആറ്റുകാൽ പൊങ്കാലയിടുന്ന അധ്യാപികയായ സുനീതി മേനോൻ. അമ്മയെ ശരണം. കോഴിക്കോട് നിന്ന് ആറ്റുകാല് വന്ന് സ്ഥിരമായിട്ട് ഞങ്ങൾ പൊങ്കാല ഇടാറുണ്ട്. മനസ്സർപ്പിച്ച് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അഭീഷ്ടസിദ്ധി കൈവരുന്നതാണ് വിശ്വാസം. നമ്മളുടെ അനുഭവവും അത് തന്നെയാണ്. ഓരോ കൊല്ലവും ഇതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണെന്ന് പറയാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യാറ് മിനിമം 3 ദിവസമെങ്കിലും നമ്മൾ വ്രതം എടുക്കാറുണ്ട്. അതിനുശേഷം പൊങ്കാല ഇടുന്ന ദിവസം നമ്മൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യണം എന്നാണ് പറയാം. പൊങ്കാല ഇടുന്ന സമയത്ത് കുറച്ച് പുകയും ഇതൊക്കെ വരുമെങ്കിലും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടൊക്കെ മാറാറുണ്ട്. പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിൽ നമുക്ക് പൊങ്കാല ഇടാൻ പറ്റിയിട്ടുണ്ട്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ദേവിയോട് നമുക്ക് അവിടെ സമർപ്പിക്കാം. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഒരമ്മയോട് എന്ന പോലെ നമുക്ക് പങ്കുവെക്കാം. എല്ലാ സങ്കടങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു വിശ്വാസവും. അതുപോലെ തന്നെയാണ് അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. ഓരോ തവണയും നമ്മൾ പൊങ്കാലയിട്ട് മടങ്ങുമ്പോൾ നമുക്ക് വളരെയധികം ഊർജത്തോടെയാണ് നമ്മൾ മടങ്ങുക. എല്ലാത്തിനും ദേവി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം തരുന്ന ഒരു ഊർജം, അതൊരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭൂതി തന്നെയാണ്. അതെ, ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ പരമകോടിയിലാണ് ഓരോ സ്ത്രീയും ദേവീസമക്ഷം എത്തുന്നത്. 10,000-കണക്കിന് അടുപ്പുകളിൽ നിന്നുയരുന്ന അഗ്നിനാളങ്ങളുടെ ചൂടും തീയോളം പോന്ന കുംഭവെയിലും വകവയ്ക്കാതെ തൻ്റെ സർവവും അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഓരോ ഭക്തയും സായുജ്യം തേടുന്ന കാഴ്ച. പൊങ്കാലയുടെ പുണ്യം നുകരാൻ നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുകയാണ് സഹസ്രജനങ്ങൾ അനന്തപുരിയിൽ. വാർത്താതരങ്ങിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷായേയം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.